യേശു തനിച്ചിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും ഇതിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് യേശു പറയുകയാണ്. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വീണ്ടും പറയാണ്, പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴി തെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. പറയാണ്, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് എന്ന്. കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നല്ല മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി വരുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതെന്തൊരു കഷ്ടമാണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതെന്താ ഈ മഴ മാറാത്തത്, ഈ പകർച്ചവ്യാധി എന്തുകൊണ്ട് മാറാത്തത്? പ്രിയപ്പെട്ടവരെ, ദൈവം വചനത്തിൽ പറയാണ്, എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തെ കൂടാതെ ഒന്നും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാനിവിടെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അനാദിയിലെ ദൈവം പ്രത്യേകം എന്നെ പേര് ചൊല്ലി വിളിച്ച് മാറ്റി നിർത്തി അന്ത്യകാലത്ത് ഇതാ പുതിയൊരു അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ജനങ്ങൾക്കൊരു പ്രവാചികയായി എന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതാ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കുക. നിങ്ങൾക്ക് മോശയും പ്രവാചകന്മാരും ഇല്ലേ, അവരുടെ വാക്കുകൾ കേൾക്കുക എന്ന് വചനത്തിൽ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അവിടുന്ന് പറയാണ്, ഇനി എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാണ്. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. നമ്മൾ കേൾക്കുന്നില്ലേ, യുദ്ധങ്ങളെ പറ്റി കേൾക്കുന്നില്ലേ, ഭൂകമ്പത്തെ കുറിച്ച് കേൾക്കുന്നില്ലേ, പല ക്ഷാമങ്ങളും പല സ്ഥലത്തും ഉള്ളതായി നമ്മൾ കേൾക്കുന്നില്ലേ? ഈശോ പറഞ്ഞത് മുമ്പേ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ അവയെ പറ്റിയെല്ലാം കേൾക്കും. വലിയ ഭൂകമ്പങ്ങള്, വലിയ ക്ഷാമങ്ങള്, ഭൂകമ്പങ്ങള് പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്, അപ്പോഴും ആയിട്ടില്ല. വീണ്ടും പറയാണ്, അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, അവർ നിങ്ങളെ വധിക്കും, എന്റെ നാമനിമിത്തം സർവ്വ ജനങ്ങളും നിങ്ങളെ ദേഷിക്കും.